ഒരിക്കൽ ഒരു വൃദ്ധനായ മനുഷ്യൻ ഏകനായി താമസിക്കുന്ന വീട്ടിലേക്ക് മദർ തെരേസ കടന്നില്ല. മദർ തെരേസ ആ മനുഷ്യനോട് സംസാരിക്കുകയും അദ്ദേഹത്തെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യുമ്പോഴാണ് വീട്ടിലെ ഒരു വിളക്ക് ശ്രദ്ധയിൽപ്പെടുന്നത്. അത് ഒരു മൂലയ്ക്ക് പൊടി പിടിച്ചിരിക്കുന്നതാണ് മദർ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ വിളക്ക് ഇങ്ങനെ പൊടി പിടിച്ച് ഇവിടെ കത്തിക്കാതെ നിങ്ങൾ വെച്ചിരിക്കുന്നത്? വൃദ്ധനായ മനുഷ്യൻ്റെ മറുപടി ഇങ്ങനെയാണ്: ഈ വീട്ടിലേക്ക് ആരും വരാറില്ല. ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് കഴിയുന്നതുകൊണ്ടും എനിക്കിതൊന്നും ചെയ്യുന്നതിന് ശേഷിയില്ലാത്തതുകൊണ്ടും ആ വിളക്ക് അങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ തന്നെ മദർ തെരേസ ആ വിളക്കെടുത്ത് ഒരു തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി അതിലേക്ക് അല്പം എണ്ണ പകർന്ന് കത്തിച്ചു വെക്കുകയാണ്. എന്നിട്ട് ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന തൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞേൽപ്പിക്കുകയാണ്, ഇനി എല്ലാ ദിവസവും ഈ മനുഷ്യനെ സന്ദർശിക്കുകയും ഈ വിളക്ക് കത്തിക്കുകയും ചെയ്യണമെന്ന്. ഏറെ നാളുകൾ കഴിയുമ്പോൾ ആ ഒറ്റയ്ക്ക് താമസിച്ച വൃദ്ധനായ മനുഷ്യൻ മദർ തെരേസയ്ക്ക് ഒരു കത്തെഴുതുകയാണ്. ആ കത്തിൽ ആ മനുഷ്യൻ ഇപ്രകാരമാണ് എഴുതിയത്: അമ്മ അന്ന് തെളിച്ചു വെച്ച ആ വിളക്ക് ഇന്നും കത്തി നിൽക്കുകയാണ്. അത് എൻ്റെ ജീവിതത്തിലും എൻ്റെ വീട്ടിലും വലിയ പ്രകാശം പകർന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര മനോഹരമായ വാക്കുകളാണ് ആ മനുഷ്യൻ മദർ തെരേസയ്ക്ക് എഴുതിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ വെളിച്ചങ്ങളുണ്ട്, പ്രകാശങ്ങളുണ്ട്. പക്ഷെ ആ വെളിച്ചത്തെയും പ്രകാശത്തെയും മറ്റുള്ളവരിലേക്ക് പകരുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ കഥ നമ്മളോട് പറയുന്നു. ഇങ്ങനെ ജീവിതത്തിൽ വെളിച്ചങ്ങളായി തീരുവാനും പ്രകാശങ്ങളായി തീരുവാനും കഴിയട്ടെ എന്നാണ് ആശംസിക്കുന്നത്. ഈ കഥ അങ്ങനെ ഒരു മഹത്തായ സന്ദേശം നമ്മളോട് പറയുന്നു. അങ്ങനെയുള്ളവരാണോ എന്ന് ഈ ദിവസം നമ്മെ ചിന്തിപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.